അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ് സ്റ്റാൻഡപ്പ് ഫോർ യുവർ സെൽഫ്. നീ നിനക്ക് വേണ്ടി ഒന്ന് ജീവിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം, മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം, എല്ലാം വേണം. പക്ഷേ പണ്ടാരോ പറയാറില്ലേ, തല കത്തുമ്പോൾ മല കത്തും നോക്കരുതെന്ന്. ആദ്യം തലയിലെ തീ കെടുത്തുക, എന്നിട്ട് വേണ്ടേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കാൻ. ഒരുത്തൻ്റെ തല കത്തിക്കൊണ്ടേയിരിക്കുകയാണ്, ആ സമയത്ത് അവൻ മല കത്തുന്നത് നോക്കുന്ന സ്വഭാവം പാടില്ല. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. നീ നിൻ്റെ കാര്യങ്ങൾ നോക്ക്. നിനക്ക് വേണ്ടി നീ ഒന്ന് സെറ്റപ്പ് ചെയ്യും. നീ ഒന്ന് നിൻ്റെ സ്വന്തം കാലിൽ നിൽക്ക്. ആർക്കോ വേണ്ടി നിൻ്റെ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ, സെറ്റപ്പുകളൊക്കെ ചെയ്യണം. അതൊക്കെ നീ ചെയ്യണം. പക്ഷേ നിനക്ക് വേണ്ടി നീ ശരിക്കൊന്ന് ജീവിക്കണം. അത് നിൻ്റെ ഇമോഷൻസും നിൻ്റെ ഡോമിനൻസും നിൻ്റെ സെറ്റപ്പും നിൻ്റെ കോൺഫിഡൻസും ഒക്കെ ശരിയാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടല്ലോ, സെൽഫ് ലവ്. നമ്മൾ നമ്മുടെ സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുക, അത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യും. മറ്റുള്ളവരെ ഹാപ്പിനെസ് ആക്കാൻ വേണ്ടി നാം ചില സൈലൻറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ഒതുങ്ങിക്കൂടുക മറ്റുള്ളവർ സന്തോഷിക്കാൻ വേണ്ടി. അങ്ങനെ ചില ആളുകളുണ്ട്. ഞാൻ ഒതുങ്ങിക്കൂടുക മറ്റുള്ളവർ സന്തോഷിക്കാൻ വേണ്ടി. അത് വല്ലാത്ത അലോസരം ഉണ്ടാക്കും, പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും, വലിയ ഫീലിങ്ങും ടെൻഷനും ഉണ്ടാക്കി തീർക്കും. അവരോടൊപ്പം ഇഴകിച്ചേർന്ന് ഹാപ്പിനെസ്സിൽ അവരെയും കൂടി കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നീ നടത്തേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ഇമ്പോർട്ടൻ്റ് ഫോർ യുവർ സെൽഫ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ വീണു പോകും, പക്ഷേ സ്വന്തം കാലിൽ തന്നെ നിൽക്കണം. കഴിവിൻ്റെ പരമാവധി വീഴുന്നത് വരെ സ്വന്തം കാലിൽ നിൽക്കണം. ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. എനിക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്താലേ ജീവിക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഇന്നത്തെ ലോകത്ത്, ഈ ആധുനിക യുഗത്തിൽ, മോഡേൺ സിവിലൈസേഷനിൽ ഐ വാണ്ട് സംവൺ മേക്ക് മീ ഹാപ്പി, ഐ വാണ്ട് സംവൺ മേക്ക് മീ സപ്പോർട്ട്. എനിക്കൊരാൾ എന്നെ സ്നേഹിക്കാൻ വേണം, എനിക്കൊരാൾ സപ്പോർട്ട് ചെയ്യാൻ വേണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവത്തിൽ നിന്നും കഴിവിൻ്റെ പരമാവധി, ഇല്ലാതെ കഴിയില്ല ഒരാൾക്കും, പക്ഷേ കഴിവിൻ്റെ പരമാവധി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ഒരാൾക്ക് വേണ്ടി നമ്മുടെ സമയം വെറുതെ ചിലവാക്കരുത്. ഉപകാരപ്പെട്ട നിലക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കാം. വെറുതെ മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയാം, നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുക. അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുക, അതിനുവേണ്ടി ഓടി നടക്കുക, അതിനുവേണ്ടി ഊണും ഉറക്കം ഒഴിച്ചിട്ട് ടെൻഷനായി, ബേജാറായി, വല്ലാത്ത അലോസരായി നടക്കുക. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാലോ ഒരു ആളും ഉണ്ടാവില്ല. അവൻ്റെ ഹാലെ വിധിയെ, അവൻ ജയിച്ചങ്ങ് പോവും. ഇവൻ വീണ്ടും പഴയ പോലെ തന്നെ വീണ്ടും നടക്കന്നെ. ആർക്കോ വേണ്ടി നമ്മുടെ സമയം വെറുതെ ചെലവഴിക്കുക വേണ്ട എന്നല്ല പറയണത്. ആവശ്യത്തിനെല്ലാം വേണം, അമിതമായി ഒന്നും ആവരുത്, അമിതമായി എന്തെങ്കിലും ആവരുത്. അതിനുവേണ്ടി മറ്റുള്ളവരെ തെറി കേൾക്കുക, കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, നമ്മൾക്ക് അള്ളാഹു തന്ന നാവ് അനാവശ്യമായിട്ട് അതും പറഞ്ഞ് ചെലവഴിക്കുക. ഇങ്ങനെ നമ്മൾ വെറുതെ കിടന്നിട്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും അതൊക്കെ കഴിഞ്ഞ് അവരങ്ങ്, ഉദാഹരണം രാഷ്ട്രീയക്കാരൊക്കെ, നേതാക്കളൊക്കെ അവരങ്ങ് ജയിച്ചു, ഒരു MLA മന്ത്രിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരങ്ങനെ AC കാറിൽ സുഖമായിട്ട് ജീവിക്കും. ഈ പാവം വീണ്ടും കഷ്ടപ്പെടണം, ജീവിക്കണമെങ്കിൽ കഷ്ടപ്പെടണം,
ഭക്ഷണം ഉണ്ടാക്കുക, പിന്നെ ജോലി ചെയ്യണം, ഒന്നും ഇവനക്ക് കിട്ടില്ല. എന്തേ ഇവനുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഓവറായിട്ടുള്ള ഭ്രാന്ത് ഒഴിവാക്കുക. എല്ലാം മിതത്വം വേണം. രാഷ്ട്രീയം ആവശ്യമാണ്, രാഷ്ട്രീയം വേണം. നമ്മുടെ നാട്ടിലേക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്യുന്ന, നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഓവറായി അതിൻ്റെ പേരിൽ അതിൻ്റെ പിന്നാലെ നടന്ന് ജീവിതം മുഴുക്ക നശിപ്പിച്ച് കളയരുത്. സ്റ്റാൻഡപ്പ് യുവർ സെൽഫ്. നീ നിനക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.